ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തൻബീഹിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം: മൈതാനത്ത് വെച്ച് ഈദ് നമസ്കാരം നിർവഹിക്കാൻ സൗകര്യമുണ്ടായിട്ടും പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നത് ശരിയാണോ? സഹോദരങ്ങളെ, മുസ്ലിങ്ങളായ നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയെ പിൻപറ്റുകയാണ് വേണ്ടത്. പരിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 21-ാമത്തെ വചനം: ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. അതായത്, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നാഗ്രഹിക്കുന്ന, പരലോക വിജയം ആഗ്രഹിക്കുന്ന, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന ആളുകൾ, ആ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയാൻ. അപ്പോ പരലോക വിജയം, ലിമൻ കാന യർജുല്ലാ, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ, വലി യൗമൽ ആഖിറ, പരലോക വിജയം, വദക്കറല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുകയും ചെയ്യുന്ന, അതായത് ഒരു ഉത്തമ വിശ്വാസി, അവന് തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂലിൽ മാതൃകയുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റുക, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ചര്യയെ മുറുകെ പിടിക്കുക, അതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹോദരങ്ങളെ, നമുക്കറിയാം, മദീനയിലായിരുന്നല്ലോ റസൂലുള്ള. മദീന പള്ളിക്ക് എത്ര ശ്രേഷ്ഠതയാണ്! പരിശുദ്ധ മക്ക കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ബൈത്തുൽ മുഖദ്ദസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ, സാധാരണ നമ്മുടെ പള്ളികളെക്കാൾ, നമ്മുടെ പള്ളിയിൽ ഒരു തവണ നമസ്കരിച്ചാൽ അതിൻ്റെ 1000 ഇരട്ടിയിലധികം പുണ്യമുണ്ട് മദീന പള്ളിയിൽ നമസ്കരിച്ചു കഴിഞ്ഞാൽ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദ് നമസ്കാരം നിർവഹിച്ചത് മൈതാനത്ത്, മരുഭൂമിയിൽ വെച്ചായിരുന്നു. മദീന പള്ളിയിൽ നിന്ന് പുറത്തുപോയി തുറസ്സായ സ്ഥലത്ത് വെച്ചായിരുന്നു അവിടുന്ന് പെരുന്നാൾ നമസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നതെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഇമാം മുസ്ലിം അടക്കം ഉദ്ധരിക്കുന്ന വചനങ്ങളിൽ കന്യകകളോട് പോലും മൈതാനത്തേക്ക്, ഈദ്ഗാഹിലേക്ക്, മുസല്ലയിലേക്ക് വരാൻ വേണ്ടി റസൂലുള്ള കൽപ്പന നടത്തിയിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ മദീന പള്ളിയുടെ ഏറെ ശ്രേഷ്ഠതയുണ്ട്. പക്ഷെ ആ ശ്രേഷ്ഠത നിലനിർത്തിക്കൊണ്ട് തന്നെ അള്ളാഹിൻ്റെ റസൂൽ എന്ത് ചെയ്തു? പെരുന്നാൾ നമസ്കാരം പുറത്താണ് നമസ്കരിച്ചത്. അപ്പോൾ നമ്മളും പെരുന്നാൾ നമസ്കാരം ഗ്രൗണ്ടിൽ, മൈതാനത്ത് വെച്ച് അത് നിർവഹിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മഴ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിൻ്റെ സുനനിൽ കൊടുക്കുന്ന ഒരു വചനമുണ്ട്: അന്നന്നാസ അസ്വാബഹും മതറുൻ ഫീ യൗമി ഈദിൻ ഫസല്ലാ ബിഹിമുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഈദ ഫിൽ മസ്ജിദ് എന്ന് പറഞ്ഞിട്ടൊരു വചനമുണ്ട്. അതായത്, മഴ കാരണം റസൂലുള്ള പെരുന്നാൾ നമസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിച്ചു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ ഹദീസിനെ സംബന്ധിച്ച് മഹാന്മാർ രേഖപ്പെടുത്തുന്നത് ഫഫി ഇസ്നാദിഹി മജ്ഹൂൽ, അതിൻ്റെ സനദിൽ മജ്ഹൂലായിട്ടുള്ള റാവികളുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ദുർബലമായ ഹദീസാണെന്നാ. അതുകൊണ്ട് സൂക്ഷ്മജ്ഞാനികളായ പണ്ഡിതന്മാർ പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും പെരുന്നാൾ നമസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിച്ചിട്ടില്ല, അങ്ങനെ നിർവഹിച്ചതായി തെളിവില്ല എന്നുള്ളതാണ്. മൈതാനത്ത് വെച്ചായിരുന്നു നിർവഹിച്ചിരുന്നത്. എന്നാൽ അപ്പോൾ സുന്നത്താഗ്രഹിക്കുന്ന, അള്ളാഹിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് പിൻപറ്റാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മൈതാനത്ത് വെച്ചാണ് നിർവഹിക്കേണ്ടത്
എന്നാൽ നമുക്കറിയാം സൗകര്യം ഇല്ലാതെ വരികയും, അതായത് സൗകര്യമില്ലാതെ വരിക എന്ന് പറഞ്ഞാൽ മഴ ഉണ്ടാവുകയൊക്കെ ചെയ്താൽ പള്ളിയിൽ വെച്ച് നമസ്കരിക്കാം. അതിന് വിരോധമല്ല. പള്ളിയിൽ വെച്ച് നമസ്കരിച്ചാൽ ആ നമസ്കാരം സഹീഹാകും. പക്ഷേ സുന്നത്ത് എന്താണ്, ഈ വിഷയത്തിലുള്ള നബിചര്യ എന്താണ് എന്ന് ചോദിച്ചാൽ ആ കാര്യത്തിൽ സംശയം വേണ്ട. അത് മൈതാനത്ത് വെച്ച് പെരുന്നാൾ നമസ്കാരം നിർവഹിക്കലാകുന്നു. അതാണ് നബിചര്യ ആഗ്രഹിക്കുന്ന ആളുകൾ പിൻപറ്റേണ്ടത് എന്നാണ് ഉണർത്തുവാനുള്ളത്. അല്ലാഹു അലം വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.